കത്തിക്കും ഞാൻ. ആഹാ, നീ എന്നോട് കളിക്കാനായില്ല. ഓ നന്ദാട്ടാ, നിങ്ങളിപ്പോൾ പേടിയില്ലേ? ഒന്ന് പെട്ടെന്ന് വരുമോ വീട്ടിലേക്ക്? അച്ഛൻ വല്ലാണ്ട് ചൊറയാക്കി നോക്കും. ഒന്ന് വരുമോ പെട്ടെന്ന്? രാജീവനച്ച് വെള്ളടിക്കുവാ? എൻ്റെ അറിവിൽ വെള്ളടിക്കുന്നതും കണ്ടിട്ടില്ല. കുഴപ്പമൊന്നുമില്ല അല്ലേ? എന്തെന്നാ ഒരു പ്രശ്നമാക്കിയാ നോക്കാൻ പറ്റുമോ? നീ എന്നോട് കളിക്കാനായില്ല. ഓ എന്നാടാ രാജീവ് അച്ഛനെ പറ്റിയേ? നന്ദാട്ടാ, അച്ഛൻ ഭയങ്കര കുഴപ്പമാണ്. 2 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. നീ വിഷമിക്കലടാ, വാ നമുക്ക് നോക്കാം. നന്ദാട്ടാ എങ്ങനെല്ലോ പിടിച്ചിട്ട് ആത്തിട്ട് പൂട്ടിയിട്ടുണ്ട്. വാ നീ തുറക്ക്, നമുക്ക് നോക്കാലോ. കുഞ്ഞീഷേട്ടാ, ഇതാരാ നന്ദനോ? എന്തിനാടോ? വാ വെറുതെ ഇരിക്കണോ? എന്നാണ് കൃഷ്ണാട്ട ഇങ്ങനെ ഒച്ചപ്പാടാക്കുന്നത്? എന്നാണ് നിങ്ങളുടെ പ്രശ്നം? എന്നാ പ്രശ്നം അതാ? എനിക്കറിയാലോ എൻ്റെ അനിയനാ. അച്ഛനമ്മ ഇല്ലാത്ത ഓനെ ഞാൻ പഠിപ്പിച്ച് വലിയ നിലാക്കി. ഇപ്പം എന്നോട് ബെറലിനോട് സംസാരിക്കുക. ഓൻ അത്രക്കാലോ വീട്ടിലേക്ക് തേച്ചു തറവാടക്കോ ഞാൻ ഓന് എഴുതി കൊടുത്തു. എന്നിട്ട് ഓന് പോര പോലും നന്ദന. ഓൻ എന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ വരിക. ഓനെ ഞാൻ വെറുതെ വിടില്ല, കത്തിക്കും ഞാൻ. കൃഷ്ണേട്ടാ, എന്നാ ഇത്? എന്നിട്ട് നിങ്ങൾ അനിയൻ്റെ അടിയേ ഉള്ളേ? ഇങ്ങക്ക് ഓനെ കാണണ? ബാ കണ്ട നന്ദന, ഇവനാ എൻ്റെ അനിയൻ. കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ടോ? എനിക്ക് കിട്ടിയൊന്നും പോരെ. ഇന്നെ ഞാൻ വെറുതെ വിടില്ല. വേറെ രാജീവ് നീ വിഷമിക്കണ്ട, ഇതിനുള്ള ചികിത്സയുണ്ട്. തണൽ കമ്മ്യൂണിറ്റി സൈക്കാട്രിയും മട്ടന്നൂർ അമ്മ പെയിൻ ആൻഡ് പാലിറ്റീവും സംയുക്തമായിട്ട് എല്ലാ മാസവും മാനസിക രോഗ ഒപിയും കൗൺസിലിംഗും നൽകുന്നുണ്ട്. അത് തികച്ചും സൗജന്യമാടാ. അതും നമ്മുടെ മട്ടന്നൂര്.